ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വില വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എല്ലാ ഭക്ഷണം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. ഈ വേസ്റ്റിൽ നിന്നാണ് ഈ ഗ്യാസ് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എൻ്റെ പേര് ഷീന. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മുത്താമ്പിയാണ് എൻ്റെ വീട്. ഞങ്ങളുടെ വീട്ടിൽ 4 പേരാണുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഫേസ്ബുക്ക് കണ്ടിട്ടാണ് ഈ ബയോഗ്യാസിൻ്റെ ഇത് വെച്ച് തുടങ്ങിയത്. ഇപ്പം 3 വർഷത്തോളമായി ഞങ്ങളിത് വെച്ചിട്ട്. പിന്നെ ഇത് വെക്കാനുള്ള കാരണം സ്ഥലക്കുറവും എല്ലാം കൊണ്ടാണ്. ഇപ്പോൾ വേസ്റ്റ് ഒന്നും വലിച്ചെറിയാനുള്ള ഒരു ഇത് വരുന്നില്ല. ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത് വീടിനോടടുത്താണ്. ഇപ്പോൾ ഇത് വീടിനോടടുത്ത് വെച്ചത് കൊണ്ട് വലിയ കൊതുക് ശല്യമോ പ്രാണി ശല്യമോ അങ്ങനത്തെ ഒന്നും ഇല്ല. നമ്മൾ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഇതിലേക്ക് ഒഴിക്കുന്നതാണ്. കഞ്ഞിവെള്ളം, പിന്നെ ചോറ്, പിന്നെ മീനിൻ്റെ വെള്ളം, അങ്ങനത്തെ വേസ്റ്റുകൾ എല്ലാം ഇതിലേക്കാണ് ഒഴിക്കുന്നത്. ഈ ടാങ്കിൽ ഗ്യാസ് കൂടിക്കഴിഞ്ഞാൽ ഈ വാൾവിൽ കൂടെ കുറച്ച് ചെറി പുറത്തേക്ക് വരും. അപ്പോൾ ബക്കറ്റ് വെച്ച് കൊടുക്കാനാണ് പതിവ്. ഈ ടാങ്കിൽ വേസ്റ്റുകൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലിവർ വെച്ചിരിക്കുന്നത്. ഇത് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കറക്കി കൊടുത്താൽ ഇതിൽ വേസ്റ്റ് കട്ട പിടിക്കാതിരിക്കും. നമ്മൾ ഇതിൽ ഇടുന്ന വേസ്റ്റുകളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചെറിയായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇത് എടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളം കൂടിയും കൂട്ടിയിട്ട് നമുക്ക് ചെടിക്കും എല്ലാത്തിനും ഒഴിക്കാവുന്നതാണ്. നമ്മൾ ഇതിൽ ഇടുന്ന സാധനത്തിൻ്റെ ഗ്യാസ് ഈ വാൽവ് വഴിയാണ് നമ്മളെ കിച്ചണിലേക്ക് പോകുന്നത്. ഇതാണ് ബയോഗ്യാസ് സ്റ്റൗ. ഇത് നമുക്ക് കത്തിച്ച് നോക്കാം. ഇത്രയും ഫ്ലെയിമിലൊക്കെ കത്തും. നമുക്ക് രാവിലെയും വൈകിട്ടും നല്ലോണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഫ്ലെയിമിൽ പിന്നെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കാനും പറ്റും. ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വില വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എല്ലാ ഭക്ഷണം ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. ഈ വേസ്റ്റിൽ നിന്നാണ് ഈ ഗ്യാസ് മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്.